പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ്. ചപ്പാത്തി, അപ്പം, പൊറോട്ട എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കുറുമ. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പ്രഷർ കുക്കറിലാണ് ഈ ഒരു കറി നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് തന്നെ ഞാൻ ഒരു കപ്പ് പട്ടാണിക്കടലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കടല ഞാൻ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ്. ഇനി വലിയൊരു ക്യാരറ്റ് ഈ ഒരു സൈസിൽ കഷ്ണങ്ങളാക്കിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ വലിയൊരു ഉരുളക്കിഴങ്ങ് ഈ ഒരു സൈസിൽ പീസാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊരു 3-4 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കണം. ഈ ഒരു സമയം നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചെരുവിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 5-6 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അരക്കാൻ ആവശ്യമായിട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ കറി വെന്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ അരപ്പ് ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാടങ്ങ് ലൂസായി പോകരുത്, നല്ല തിക്കായിട്ടാണ് ഈ ഒരു കറി നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു സമയത്തിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഇളക്കി ഇതൊന്ന് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കറി തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അതുപോലെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താണ് താളിച്ചെടുക്കുന്നത്. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടെ ഇതിലേക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത് പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി പുതിയ റെസിപ്പികളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.